ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പിക്കിളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഡേറ്റ്സും ചെറുനാരങ്ങയും മാങ്ങയിഞ്ചും ചേർത്ത് ഒരു പിക്കിൾ ഉണ്ടാക്കിയാലോ? അതിന് ഞാനിവിടെ കുറച്ച് ചെറുനാരങ്ങ സ്ക്യൂസ് ചെയ്ത് നന്നായി ഉണക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഉപ്പ് ചേർത്താണ് കേട്ടോ ഞാനിത് ഉണക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഈ ഒരു പരുവത്തിലാണ് കിട്ടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അച്ചാറിന് ഓവർ പുളിപ്പൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുരു കളഞ്ഞു വെച്ച ഈന്തപ്പഴമാണ്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. 4-5 പീസ് ഇഞ്ചി. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മാങ്ങിഞ്ചിയാണ്. ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ നമ്മുടെ മാങ്ങഞ്ചിയിൽ നിന്നും പകുതി എടുത്ത് അരച്ച് വെച്ചിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ച ഈത്തപ്പഴമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ വാട്ടർ കണ്ടൻറ്റ് പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഇതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി നന്നായി ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. അപ്പോൾ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മാങ്ങയിഞ്ചിയുടെ പേസ്റ്റ് അതിലേക്കിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലും ഒട്ടും ജലാംശം ഉണ്ടാവാതെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ അച്ചാർ കേടൊന്നും കൂടാതെ കുറച്ചധികം ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ കണ്ടൻറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. ഇപ്പോൾ മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. നാരങ്ങ ഉണക്കുന്ന സമയത്ത് അത്യാവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മാങ്ങയിഞ്ചിയാണ് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പകുതി നമ്മൾ മസാലയിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ ഉണക്കി വെച്ച ചെറുനാരങ്ങയാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഈന്തപ്പഴം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈന്തപ്പഴവും മാങ്ങയിഞ്ചും ഞാൻ ഒരേ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ചേരുവകളുടെയും അളവുകൾ കൂട്ടിയും കുറച്ചും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം കൂടുതൽ താല്പര്യമുള്ളവർക്ക് ഈന്തപ്പഴം കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 500 ml വിനീഗറാണ്. ഞാനൊരു ചെറിയ ബോട്ടിൽ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും എല്ലാ ചേരുവകളും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ ഉപ്പും വിനീഗറും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം.
അങ്ങനെ നമ്മുടെ അടിപൊളി പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും ഈത്തപ്പഴവും നാരങ്ങയും മാത്രം അച്ചാറിടുന്നവർ ഈ ഒരു വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഈ അളവിൽ എനിക്ക് ഇവിടെ ഇത്രയും ക്വാണ്ടിറ്റി അച്ചാർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്